നമ്മൾ ചർച്ച ചെയ്ത പ്ലാനിങ്ങിനെ കുറിച്ച് നീ ചിന്തിച്ചോ? ദേവികയുടെ അനിയത്തി ശാരികയെ കല്യാണം കഴിച്ച് ചന്ദ്രോത്ത് കയറി പറ്റുന്ന കാര്യം? അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല. കാരണം എനിക്കറിയാം അത് നടക്കാത്ത കാര്യമാണെന്ന്. നിങ്ങൾ ഓരോ സമയത്തും ഓരോന്ന് പറയുന്നു. കേൾക്കുമ്പോൾ തോന്നും പറയുന്നത് സത്യമാണെന്ന്. പിന്നെ മനസ്സിലാവും എന്നായിട്ട് കളിയാക്കുവാണെന്ന്. എടാ, ഞാൻ നിന്നെ കളിയാക്കാണെന്നാണ് നിന്റെ വിചാരം? അതെ, എന്നെ മാത്രമല്ല ആ നന്ദനെ നിങ്ങൾ കുരങ്ങളിപ്പിക്കാം. ചന്ദ്രോത്തിന്റെ തകർച്ചയും തേങ്ങാക്കൊലയൊന്നും അല്ല, അതിനപ്പുറം എന്തോ ഒരു ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക്. എടാ, എന്റെ ചെകിടത്ത് എനിക്ക് തന്നെ തല്ലാൻ തോന്നുന്നു. ഞാൻ നിന്നെ വെറുതെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു. എടാ, ഞാൻ പറയുന്നൊക്കെ വെള്ളം തൊടാതെ വിഴുങ്ങുന്നതിനാണെന്ന് ഞാൻ കരുതിയത്. നിനക്ക് ഒടുക്കത്തെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി. സത്യമാടാ മോനെ നീ പറയുന്നത്. ചന്ദ്രോത്തിന്റെ തകർച്ചയോ തേങ്ങാക്കൊലയോ ഒന്നല്ല എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യമേ പണമാ. പണോ? പണത്തിന് വേണ്ടിയാണോ നിങ്ങൾ എന്നെ? അതെ, പണം. അതിപ്പോ നേരിട്ടോ ഓൺലൈൻ ട്രാൻസ്ഫർ ആയോ എങ്ങനെയായാലും എനിക്ക് പ്രശ്നമല്ല. പക്ഷേ പണം വേണം. പണം കിട്ടിയാ നിനക്ക് പോവാം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? എടാ, നിന്നാണ്, എന്നാണ്, ദൈവത്തിനാണ് സത്യം. എടാ, പണത്തിന് വേണ്ടിയാ നിന്നെ കിഡ്നാപ്പ് ചെയ്തേ. പറ, എത്ര പണം നിങ്ങൾക്ക് വേണ്ടത്? അതിന് എത്ര കോടിയായാലും ശരി, എന്റെ അമ്മ തരും. അതിനി ഇപ്പോ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? എത്ര പണ വേണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്താ പറയാൻ പറ്റാത്തെ? പണം എത്രയാണെന്ന് തീരുമാനിക്കാൻ എനിക്ക് അവകാശമില്ല. അതുകൊണ്ട് തന്നെ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ കളിയില് എനിക്ക് മുകളിൽ മറ്റൊരാൾ കൂടെ ഉണ്ട്. അതേടാ ഋഷി, ഇവിടെ ഞാൻ നിന്റെ ബോസാണെങ്കിൽ എനിക്ക് മുകളിൽ മറ്റൊരു ബോസുണ്ട്. ആ യജമാനൻ പറയുന്നത് അക്ഷരം പ്രതി അനുസരിക്കുന്ന ഒരു കാര്യസ്ഥൻ മാത്രമാണ് ഞാൻ. നിന്നെയും നന്ദനെയും കൊണ്ടുവരാൻ എന്റെ യജമാനൻ എന്നോട് ആജ്ഞാപിച്ചു. ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു. ഈ കാശിന് വേണ്ടിയാ കൊണ്ടുവന്നെന്നേ എനിക്കറിയാം. പക്ഷെ തുക എത്രയാണെന്ന് ബോസ് പറയും. വീണ്ടും നിങ്ങൾ കള്ളം പറയുക. എടാ, നിന്നാണ്, എന്നാണ്. നിർത്തോ. തന്റെ ഒരു ആണയിടല്. തന്റെ മുകളിൽ ഒരാളുണ്ടെങ്കിൽ അത് ആരാണെന്ന് പറ. നിങ്ങൾക്ക് രണ്ടുപേർക്കുള്ള പണം ഞാൻ തരും. ഇതെന്റെ വാക്കാ. ആളിന്റെ പേര് പറഞ്ഞാൽ പണം തരും? ചോദിക്കുന്ന പണം തരും. തനിക്ക് കുറച്ച് കൂടുതൽ തരാം, പോരെ? ശരി, അയാൾ ആരാണെന്ന് ഞാൻ പറഞ്ഞാ പോരെ? സാറേ, എന്താടാ? നന്ദൻ എന്തോ അസുഖം വീണ് കിടക്കുക. എന്താടാ, എന്ത് പറ്റി? സാറ് വേഗം വാ. എന്താടാ? ഋഷി, നമുക്ക് പിന്നെ സംസാരിക്കാം. വാ.